നമസ്തേ. കൊല്ലവർഷം 1201 ഇടവമാസം 18 തീയതി, അതായത് 2026 ജൂൺ മാസം 2 മൂലം നക്ഷത്രവും ചൊവ്വാഴ്ച ദിവസവും ദ്വിതീയ തിഥിയും ഒത്തുചേർന്ന ദിവസം അന്ന് പുലർച്ചെ 1:49 വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യാഴഗ്രഹം പ്രവേശിച്ചു കഴിയുമ്പോൾ 27 നക്ഷത്ര ജാതകർക്കും പല രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നു ഭവിക്കുന്നത്. ചില വ്യക്തികൾക്ക് നല്ല ഗുണാനുഭവങ്ങൾ വന്നു ഭവിച്ചേക്കാം, എന്നാൽ മറ്റു ചിലർക്ക് പലവിധ ദോഷാനുഭവങ്ങളും വന്നു ഭവിച്ചേക്കാം. ഇത് ഒരു പൊതുഫലമാണ്. അതായത് ഈ ഒരു ഫലം ഒരു വർഷക്കാലം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഇവർക്ക് ഗുണമോ ദോഷമോ വീണ്ടും വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട്. ജ്യോതിശാസ്ത്ര പ്രകാരം 12 രാശിയും 9 ഗ്രഹങ്ങളുമാണ് ഉള്ളത്. ഈ 12 രാശിയിലും വ്യാഴൻ സഞ്ചരിച്ച് ഈ 12 രാശിയും പൂർത്തിയാകുമ്പോൾ ഒരു വ്യാഴവട്ട കാലമാകുന്നു. അങ്ങനെ ഒരു വ്യാഴവട്ടക്കാലം വീണ്ടും പൂർത്തിയാകുകയാണ്. വ്യാഴൻ കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്നതോടുകൂടി പലർക്കും പലവിധ ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതായത് പല നക്ഷത്ര ജാതകർക്ക്. എന്നാൽ വ്യാഴന്റെ കാരകത്വം എന്ന് പറയുമ്പോൾ ജ്യോതിശാസ്ത്ര പ്രകാരം ദൈവാധീനത്തെ ചിന്തിക്കേണ്ടതായ ഗ്രഹമാണ് വ്യാഴം. സർവേശ്വരന്മാരും കൊടികൊള്ളുന്ന ഗ്രഹമാണ് വ്യാഴം. സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം. സന്താനങ്ങളെ ചിന്തിക്കേണ്ടതും വ്യാഴത്തിനെ കൊണ്ടാണ്. ഭാഗ്യവർദ്ധനവിന്റെ കാരകത്വമുള്ള ഗ്രഹം വ്യാഴമാണ്. ഗുരുത്വത്തിന്റെ കാരകത്വമുള്ള ഗ്രഹം വ്യാഴമാണ്. ഗുരുവിനെ ചിന്തിക്കേണ്ടത് വ്യാഴത്തിനെ കൊണ്ടാണ്. അങ്ങനെ ഒട്ടനവധി കാരകത്വങ്ങളാണ് വ്യാഴഗ്രഹത്തിന് ഉള്ളത്. വ്യാഴൻ അനുകൂലത്തിലാകുമ്പോൾ സർവേശ്വരന്മാരും അനുകൂലത്തിൽ വന്നു ചേരുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വർഷക്കാലം ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് സർവേശ്വരകാരകനായ വ്യാഴന്റെ അനുഗ്രഹം ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ അനുഗ്രഹത്തിലൂടെ ഇവർക്ക് എന്തൊക്കെ സ്വാധീനങ്ങൾ നേടുവാൻ കഴിയുമെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. അശ്വതി, ഭരണി, കാർത്തിക കാൽ മേടക്കൂറിൽ ജനിച്ച നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ഏഴരശനിയുടെ 1-ാം ഘട്ടം നടക്കുന്ന സമയമാണെങ്കിൽ കൂടി വ്യാഴൻ 4-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് പലവിധ ഗുണാനുഭവങ്ങൾ വന്നു ചേരാൻ പോകുകയാണ്. വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുവാൻ അനുകൂലമായ ഒരു കാലഘട്ടമാണ്. വീട്ടിൽ നിലനിന്നിരുന്ന വഴക്കുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ മുതലായവയെല്ലാം പരിഹരിക്കുന്നതാണ്. ബന്ധുക്കളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള മനോഭാവം വന്നു ചേരുകയും വിദേശത്ത് കഴിഞ്ഞിരുന്നവർക്ക് സ്വദേശത്ത് വന്ന് താമസിക്കുവാൻ അനുകൂലമായ കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. പുതിയ വാഹനം മേടിക്കുവാനും മാതാവിന്റെ രോഗങ്ങൾക്ക് ശമനമുണ്ടാകുകയും പുതിയ പുതിയ ആഡംബര വസ്തുക്കൾ വാങ്ങുവാനും കാലം അനുകൂലമായി ഭവിക്കുന്നു. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കുകയും അതോടൊപ്പം നഷ്ടപ്പെട്ട മറ്റു പല വസ്തുക്കളും തിരികെ വന്നു ചേരുവാനും അനുകൂലമായ കാലഘട്ടം കൂടിയാണ്. പലവിധ ലോണുകൾ, ചിട്ടികൾ മുതലായവ ലഭിക്കുവാനും അനുകൂലമായ കാലഘട്ടമാണ്. ഇവർ മാസം തോറും കൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്നതും മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതും വളരെ അനുകൂല അവസ്ഥ കൈവരിക്കുവാൻ സാധിക്കുകയാണ്. വീട്ടിൽ സുദർശന യന്ത്രം പോലുള്ള യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതും ഈ കാലഘട്ടത്തിൽ വളരെ അനുകൂല അവസ്ഥ കൈവരിക്കുവാൻ സാധിക്കുകയാണ്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തിന്റെ അര, ഇടവക്കൂറിൽ ഉൾപ്പെട്ട ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴൻ 3-ാം ഭാവത്തിൽ വരുമ്പോൾ പലവിധ സഹായങ്ങൾ ലഭിക്കുകയും തൊഴിലിൽ ധനവർദ്ധനവ് വന്നു ഭവിക്കുകയും സഹോദരന്മാരിൽ നിന്നും അനുകൂലമായ അവസ്ഥ കൈവരിക്കുവാൻ സാധിക്കുകയും സഹോദരന്മാരുമായി തെറ്റിപ്പിരിഞ്ഞു നിന്നവർ കൂടിച്ചേരുകയും മനസ്സിൽ പല കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ധൈര്യം വന്നു ഭവിക്കുകയും നയന രോഗങ്ങൾക്ക് ശമനം വന്നു ഭവിക്കുകയും സഹായികളായി വരുന്നവരിൽ നിന്നും പലവിധ ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും വിവാഹാദി കാര്യങ്ങൾക്കും അനുകൂലമായ കാലഘട്ടമാകുന്നു ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. മകയിരവര, തിരുവാതിര, പുണർദം മുക്കാൽ, മിഥുനക്കൂറ്. മിഥുനക്കൂറിൽ ഉൾപ്പെട്ട നക്ഷത്ര ജാതകർക്ക് 2-ാം ഭാവത്തിലാണ് വ്യാഴൻ സഞ്ചരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇവർക്ക് പല രീതിയിൽ ധനവർദ്ധന ഉണ്ടാകുവാൻ സാധ്യത ഏറുകയാണ്. പഠിച്ച വിദ്യയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ലഭിക്കുവാനും അനുകൂലമായ കാലഘട്ടമാണ്. തൊഴിലിൽ ശമ്പള വർധനവ് ഉണ്ടാകുവാനും കാലം അനുകൂലം.
പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാനും ബിസിനസ്സിൽ വിജയം കൈവരിക്കുവാനും അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. വിദേശ യാത്രകൾ പോകുവാനും രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൽ പ്രശസ്തിയും അംഗീകാരവും പുതിയ പദവികൾ ലഭിക്കുവാനും ഈ കാലഘട്ടത്തിൽ അനുകൂലമാകുന്നു. പുതിയ വിദ്യകൾ പഠിക്കുവാൻ തുടക്കം കുറിക്കുവാനും അനുകൂലമായ കാലഘട്ടമാണ്. അതായത് കലാപരമായിട്ടുള്ള വിദ്യകൾ പഠിക്കുവാൻ അനുകൂലമായ കാലഘട്ടമാണ്. സംഗീതം, നൃത്തം, പെയിന്റിംഗ്, അങ്ങനെ എഴുത്തുകുത്ത് മുതലായ കാര്യങ്ങളെല്ലാം പഠിക്കുവാൻ അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാണ് കൂറിൽ ഉൾപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം. പല വ്യക്തികളിൽ നിന്നും പലവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. നഷ്ടപ്പെട്ട തൊഴിൽ തിരികെ ലഭിക്കുവാനും ഈ കാലഘട്ടത്തിൽ അനുകൂല അവസ്ഥ ഉണ്ടാകുകയാണ്. ആത്മീയതയിൽ താല്പര്യം വർദ്ധിക്കുകയും പല തീർത്ഥാടന യാത്രകൾ പോകുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം. ഈ നക്ഷത്ര ജാതകർ പരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ അനുകൂല അവസ്ഥ കൈവരിക്കുവാൻ സാധിക്കുകയാണ്. സംബന്ധിച്ചിടത്തോളം വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ, അതായത് തന്റെ ഉച്ചരാശിയിൽ പ്രവേശിക്കുമ്പോൾ ഇവർക്ക് നിലനിന്നിരുന്ന രോഗങ്ങളും ദുഃഖങ്ങളും കടബാധ്യതകളും മാറുവാൻ പോകുകയാണ്. ഇതുവരെ നിലനിന്നിരുന്ന രോഗങ്ങൾ പൂർണ്ണമായും മാറുകയും മനസ്സിൽ പുതിയ ചിന്തകൾ ഉദിക്കുകയും സന്താനങ്ങൾ ഇതുവരെ ജനിക്കാത്തവർക്ക് സന്താനങ്ങൾ ജനിക്കുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു. തന്റെ ബുദ്ധി വർദ്ധിക്കുകയും ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും പലവിധ യാത്രകൾ പോകുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു. വിവാഹാദി കാര്യങ്ങൾ നടക്കുവാനും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം ഇവർക്ക്. പുതിയ ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കുകയും പുതിയ പദ്ധതികൾ മനസ്സിൽ ഉദിക്കുകയും ആ പദ്ധതികൾ വഴി ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുകയും ഫലമാകുന്നു. അതായത് ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും ആ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ കഴിയുകയും ഫലമാകുന്നു. തന്റെ മക്കൾക്ക് തൊഴിൽ ലഭിക്കുവാനും അതോടൊപ്പം മക്കളുടെ പഠനകാര്യത്തിൽ പുരോഗതി വർദ്ധിക്കുകയും ഫലമാകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.